ഇവനാണ് നമ്മുടെ താരം. ഇവൻ്റെ അൺബോക്സിങ് ഇവൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പം നമുക്ക് അൺബോക്സിങ് ചെയ്യാറുന്നല്ലേ. ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നതാണ് ഗൈസ്. ഞാനിത് 3 മാസമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് അല്ല, ഇതിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ നമുക്ക് റിവ്യൂയിലേക്ക് കടന്നാലോ. ഇതാണ് മെയിൻ പാർട്സുകൾ. ഇതാണ് മെയിൻ പാർട്ട്. മെയിൻ സ്വിച്ച് വെച്ചാൽ ഇവിടെ വരുന്നത് കാണണ്ട. ഇവിടെയാണ് വരുന്നത് പവർ സ്വിച്ചും അതേപോലെ മെയിൻ സ്വിച്ചും അതേപോലെ വോളിയം കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചൊക്കെ ഇതിൻ്റെ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് പാർട്ടാണ്. കാണാൻ പറ്റുന്നറിയില്ല. ഓക്സ് കേബിൾ കുത്തുന്നുണ്ട്, പിന്നെ സബ് വൂഫർ കുത്തുന്ന, പിന്നെ അതേപോലെ HDMI പോർട്ട്, പിന്നെ USB പോർട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം, പിന്നെ ഓക്സ് വഴി കണക്ട് ചെയ്യാം, പിന്നെ USB കുത്തിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഗുണമോ മെച്ചം, വിലമോ തുച്ഛം, അതാണ് ഇതിൻ്റെ ടാഗ്ലൈൻ. അങ്ങനെയല്ലോ, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. പിന്നെ ഡോൾബി ഇതൊക്കെ ഉണ്ടല്ലോ. ഡോൾബി ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കാണാം, നമുക്ക് തന്നെ മനസ്സിലാവും ഡോൾബി ഓഡിയോ എന്നുണ്ട്. പിന്നെ ഇവിടെ ബൈക്കിലാണ് ഇതിൻ്റെ പവർ സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ സബ് വൂഫറാണ്. വൂഫറും അടിപൊളിയാണ് ഏകദേശം. നല്ല കോസ്റ്റ്ലി വൂഫറൊക്കെ സൂപ്പർ സാധനമാണ്. നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ, എൻ്റെ പ്രൊജക്ടറിൻ്റെ വീഡിയോ, അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൊജക്ടർ മെപ്പരം തിയേറ്റർ എഫക്റ്റ് കിട്ടേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു സംഭവം. എൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ അതിനെ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് അതിന് ചെക്കൗട്ട് ചെയ്താൽ സൗണ്ടൊക്കെ എനിക്ക് മനസ്സിലാവും. എന്താണ് ഇതിൻ്റെ പവർ. നല്ല ബൂഫറാണ്. സിനിമയ്ക്ക് കാണാൻ നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഈ 2 സാധനം നമുക്കൊന്ന് പ്രവർത്തിച്ച് നോക്കിയാലോ. എന്നാൽ നേരെ കട്ടിൽ കിടക്കല്ലേ. പിന്നെ റിമോട്ടിൻ്റെ പവർ സ്വിച്ച് ഇതൊക്കെ ഉണ്ട്. റിമോട്ട് സ്വിച്ച്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്വിച്ച് പവർ സ്വിച്ച് ഓണാക്കാം. അതെ, ഓണാക്കുന്നു. ഓൺ എന്ന് പറയുന്ന സംഭവം കഴിക്കും. അതുപോലെ ഈ പാട്ട് വെക്കുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ എൻ്റെ അടുത്താകെ ഒരു മൊബൈലേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് കാര്യം ചെയ്ത് അപ്പം എല്ലാം എണീപ്പിച്ച് ഇറങ്ങി. ഹായ് ഗൈസ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. എണീക്കാണ്ട് ഗതികേടോ ഞാനുള്ളതുകൊണ്ടല്ലടാ നീ ഇടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇതിനില്ലാണ്ട് പറ്റില്ല. അപ്പം ഞാൻ ഇവരുമായിട്ട് ഓക്സ് വഴി കണക്ട് ചെയ്തിട്ടാണ്. സോ ബില്ലിൻ്റെ സഹായത്തോടെ ഞാൻ ഇവരെ ഓണാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം മനസ്സിലായെങ്കിൽ ഇത് ഞാനിപ്പം വെച്ചിരിക്കുന്ന വോളിയം വെച്ചാൽ 12ലാണ്. ഇതിന് 32 പേരുണ്ട്. ഇനിയും കൂട്ടിയ എന്നെ നാട്ടുകാർ വന്ന് പാർട്ടിക്കാം. നല്ലൊരു സാധനമാണ്. കാരണം വെച്ചാൽ വിലമോ തുച്ഛം, ഗുണമോ മെച്ചം. അപ്പോൾ ചെറിയ പൈസക്ക് ഇപ്പോൾ ഏകദേശം ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഇതിന് ഇപ്പോൾ ഏകദേശം 4000 സംതിങ് ആയിട്ട് വരുന്നുള്ളൂ. ഞങ്ങളൊരു ചെറിയൊരു എമൗണ്ടിലൊരു നല്ലൊരു സൗണ്ട് ബൂഫർ നോക്കുന്നെങ്കിൽ ഫോർ ഇറ്റ്. ഇറ്റ്സ് എ ഗുഡ് ഫൺ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇനി നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഇനി വരുന്നതാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നെ ഒന്ന് പരിഗണിക്കണം.